നമസ്കാരം. ആത്മീക യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഒരു അത്ഭുത മാനിഫെസ്റ്റേഷൻ മെത്തേഡിനെ കുറിച്ചാണ്. ഒരുപാട് മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളെ കുറിച്ചും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെ കുറിച്ചും ഏഞ്ചൽ നമ്പറുകളെ കുറിച്ചും സ്വിച്ച് വേർഡുകളെ കുറിച്ചും എല്ലാം തന്നെ നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ പലർക്കും പലതരത്തിലുള്ള കാര്യങ്ങൾ ശ്രമിച്ചു നോക്കിയിട്ട് ഫലം ലഭിച്ചവരും ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയുവാൻ പോകുന്നത് ഒരു സ്ക്രിബ്ലിംഗ് മെത്തേഡിനെ കുറിച്ചാണ്. സ്ക്രിബ്ലിംഗ് എന്ന് പറയുമ്പോൾ എഴുതി വെക്കേണ്ടത്. അതായത് ഈ പ്രപഞ്ചത്തോട് നമ്മൾ ഏതൊരു കാര്യങ്ങൾ ചോദിച്ചാലും ഈ പ്രപഞ്ചം അത് നമുക്ക് തന്നനുഗ്രഹിക്കും. അതിന് നമ്മൾ ഏത് വിധത്തിൽ ചോദിക്കണം, എങ്ങനെ ചോദിക്കണം, എപ്പോൾ ചോദിക്കണം എന്നെല്ലാം ഒരു രീതിയുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് ഞാൻ പല വീഡിയോകളിലൂടെയും പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടി ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോകൾ കാണുന്നതെങ്കിൽ ഒരുപാട് നമ്മൾ കഷ്ടപ്പെടുകയൊന്നും വേണ്ട. ഈ പ്രപഞ്ചത്തോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ നേടിയെടുക്കുവാനായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ, ഒരുപാട് കാലങ്ങളായി മാറ്റിവെച്ച ഒരു ആഗ്രഹമാണ്, അല്ലെങ്കിൽ എനിക്ക് ഭാവിയിൽ ഒരു കാറ് വാങ്ങിക്കണമെന്നുണ്ട്, പക്ഷേ എനിക്കിപ്പോൾ ചെറിയ ഒരു ശമ്പളത്തിലുള്ള ജോലിയാണ് ഉള്ളത്, പക്ഷേ എനിക്ക് കാറ് അല്ലെങ്കിൽ ഒരു ബൈക്ക് വാങ്ങിക്കണമെന്നുള്ള ആഗ്രഹം അതിയായി നിലനിൽക്കുന്നുണ്ട്. ഇനി അഥവാ എനിക്കൊരു വീട്, സ്വപ്ന ഭവനം വേണം, അത് നല്ല സൗകര്യത്തോടു കൂടി ഉള്ളതായിരിക്കണം, പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെയുള്ളൊരു വീട് നിർമ്മിക്കുവാൻ സാധിക്കുമോ എന്ന് സംശയമാണ്. ഇനി അഥവാ നമുക്ക് വിദേശത്തേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പാസ്പോർട്ട് പോലും ഇല്ല, ഞാൻ എങ്ങനെ വിദേശത്തേക്ക് പോകും എന്നങ്ങനെ നമ്മൾ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ പൊട്ടിമുളച്ചു വരുന്നതിന് മുന്നേ അത് നുളയിലെ പിഴുതെടുത്തു കളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാതെ ആ ആഗ്രഹങ്ങൾ അങ്ങനെ ആ സ്വപ്നങ്ങളായി മാറട്ടെ. ആ സ്വപ്നങ്ങൾ സഫലമാക്കുവാൻ വേണ്ടി നമുക്കതിനോടൊപ്പം പ്രയത്നിക്കാം. അതിന് നമ്മൾ കൂട്ടുപിടിക്കേണ്ടതാണ് ഈ പ്രപഞ്ചശക്തി എന്ന് പറയുന്നത്. ഈ ഭൂമിയിൽ പിറന്ന ഓരോ മനുഷ്യന്മാർക്കും ഓരോ തരത്തിലുള്ള വിശ്വാസമുണ്ടാകും. ചിലർക്ക് ദൈവവിശ്വാസമായിരിക്കും. ഇനി അഥവാ ദൈവവിശ്വാസമില്ലാത്തവർക്ക് പ്രപഞ്ചത്തെ വിശ്വസിക്കും. അതായത് ഈ വിശ്വാസം എന്ന് പറയുന്നത് ദൈവിക ശക്തിയിലാണെങ്കിലും പ്രപഞ്ചശക്തിയിലാണെങ്കിലും ഒരാൾ പറഞ്ഞു കൊടുത്തു വരുന്ന ഒന്നല്ല, മറിച്ച് അവർ അനുഭവിച്ചറിയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു വൈബ്രേഷനെയാണ് അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റിയാണ് വിശ്വാസമായി മാറുന്നത്. അതല്ലാതെ നമ്മൾ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ കൊണ്ട് പ്രപഞ്ചം ഏതൊരു കാര്യങ്ങളും തരില്ല. അത് ദൈവിക ശക്തിയാണെങ്കിലും പ്രപഞ്ചശക്തിയാണെങ്കിലും നിങ്ങൾ ഒരു കാര്യം ചോദിച്ചു, ഇതാ പിടിച്ചോളൂ എന്ന് പറഞ്ഞ് നമ്മുടെ കൈകളിലേക്ക് നമുക്ക് തരില്ല. മറിച്ച് നമ്മൾ പ്രപഞ്ചത്തോട് ചോദിക്കണം. എങ്ങനെ ചോദിക്കണം? അതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത്. പല തരത്തിൽ നമുക്ക് പ്രപഞ്ചത്തോട് ചോദിക്കാവുന്നതാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കുന്നതിനോടൊപ്പം എനിക്ക് പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹവും കൂടെ വേണം, അല്ലെങ്കിൽ പ്രപഞ്ചശക്തി എന്നോടൊപ്പം ഉണ്ടായിരിക്കണം എന്നിങ്ങനെ നമ്മൾ മനസ്സിൽ ആദ്യം കരുതി വയ്ക്കുക. ഈ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളും മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളും ചെയ്യുന്നവർക്കറിയാം, പ്രപഞ്ച ശക്തിയെ വശ്യം ചെയ്യുവാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് വിശ്വാസമാണ്. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ എത്രമാത്രം വിശ്വസിക്കുന്നുവോ അത്രയും വേഗതയിൽ നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുന്നതിനേക്കാൾ നമ്മൾ നമ്മളിൽ തന്നെയാണ് ആദ്യം വിശ്വസിക്കേണ്ടത്. കാരണം ഈ സ്ക്രിബ്ലിംഗ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു 5 ദിവസം എഴുതാം, അല്ലെങ്കിൽ ഒരു 3 ദിവസം തുടർച്ചയായിട്ട് എഴുതാം, ഇനി 9 ദിവസം എഴുതാം, ഇനി 11 ദിവസം, 21 ദിവസം, ഇങ്ങനെ നമുക്ക് എത്ര ദിവസങ്ങൾ വേണമെങ്കിലും നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതി വെക്കാവുന്നതാണ്. പക്ഷെ അത്ര ദിവസവും നിങ്ങളിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുമെന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടാണ് ഈ പ്രപഞ്ചശക്തിയോട് നിങ്ങളുടെ ആവശ്യങ്ങളെ പറയുന്നത്. ആ ഒരു വിശ്വാസം എന്നുള്ള വാക്ക് നിങ്ങളിൽ നിന്ന് ഒരു തുള്ളി പോലും പിന്മാറരുത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് പെട്ടെന്ന് നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇനി പലരും ചോദിക്കും, പല കാര്യങ്ങൾ ഞാൻ വർഷങ്ങളായി എഴുതി വച്ചിരിക്കുന്നു, ഇനിയും ഒരു കാര്യം പോലും എനിക്ക് നടന്നിട്ടില്ല എന്ന്. ഞാൻ ഇവിടെ പറയാം, എഴുതിയ കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണോ ഇല്ലയോ എന്നുള്ളത് ആദ്യത്തെ ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ അത് തീർച്ചയായും അത് നിറവേറി കിട്ടിയിരിക്കുമെന്ന് ഞാൻ ഇവിടെ തറപ്പിച്ചു പറയാം. അതിന് ഉദാഹരണം എന്ന് പറയുന്നത് ഞാൻ എന്നെ തന്നെയാണ് എപ്പോഴും പറയുന്നത്. കാരണം ഞാൻ എഴുതി വെച്ച് എനിക്ക് നേടിയെടുക്കുവാൻ സാധിച്ച ഒരു കാര്യം ഞാൻ ഇപ്പോൾ ഇവിടെ അത് കാണിച്ചു തരാം. കാരണം നമ്മൾ കഴിഞ്ഞ 9-ാം മാസത്തിൽ, അതായത് സെപ്റ്റംബർ മാസത്തിൽ 999 മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചെയ്യുവാനായിട്ട് പറഞ്ഞിരുന്നു. അത് എഴുതി പലർക്കും ഫലം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ 10-ാം മാസത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, 8-ാം മാസത്തിൽ പറഞ്ഞിരുന്നു. ഇങ്ങനെ ഓരോ മാസങ്ങളിലും അതിൻ്റേതായ ഒരു പോർട്ടൽ ഓപ്പൺ ആകുന്ന ദിവസത്തെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തു വരുന്നുണ്ട്. ഞാനും നിങ്ങളോടൊപ്പം തന്നെ ഈ 999 മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ഒന്ന് ശ്രമിച്ചു നോക്കി. ഞാൻ ഓൾറെഡി എഴുതുന്ന ആളാണ്, എങ്കിലും എനിക്ക് പേഴ്സണലായിട്ട് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അത് നിറവേറി കിട്ടണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു. അത് വേറൊന്നുമല്ല, എൻ്റെ മോള്
ഇവിടെ ഒരു ടൂർണമെൻ്റ് ഉണ്ടായിരുന്നു. ആ ടൂർണമെൻറ്റിൽ ഗോൾഡ് മെഡൽ എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അത് ഞാൻ എഴുതി വെച്ചു. എൻ്റെ മോൾക്ക് പോലും ഈ സംഭവം അറിയില്ല. ഞാനത് ദിവസവും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ വിശ്വാസത്തോടു കൂടി തന്നെയാണ് എഴുതി വെച്ചത്. 9 ദിവസങ്ങളാണ് ഞാനത് എഴുതിയത്. അതിൻ്റെ പേപ്പർ ഞാൻ ഇവിടെ കാണിക്കാം. അതായത് എൻ്റെ കുട്ടിയുടെ പേരും അതുപോലെ തന്നെ അവൾ ഏത് ടൂർണമെൻ്റാണോ അറ്റൻഡ് ചെയ്യുന്നത് ആ ടൂർണമെൻറ്റിൻ്റെ പേരും എഴുതിയിട്ട് കുട്ടിക്ക് ഗോൾഡ് മെഡൽ ലഭിച്ചു എന്ന് ഞാൻ എഴുതി വെച്ചു. ഞാൻ എഴുതി വെച്ചതിന് ശേഷം ഞാൻ ഇതുവരെയും ആ പേപ്പർ തിരിച്ചു പോലും നോക്കിയിട്ടില്ല. കാരണം നമ്മൾ ഏതൊരു കാര്യങ്ങളാണെങ്കിലും എഴുതി കഴിഞ്ഞാൽ അത് അവിടെ വിടണം. അത് നടന്നു കിട്ടും. ഞാൻ എഴുതിയിട്ടുണ്ട്. കാരണം ഞാൻ എൻ്റെ എന്താണോ ജോലി അത് ചെയ്തു കഴിഞ്ഞു. പിന്നീട് ഞാൻ ആ ജോലിയിൽ ആ കുട്ടി വിജയിക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങളിലെക്കുറിച്ചാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതൊഴികെ ഞാൻ പ്രപഞ്ചത്തോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, എനിക്കത് നിറവേറി കിട്ടുമെന്ന് പറഞ്ഞ് എൻ്റെ മോൾ ട്രെയിനിങ്ങിനും പോകാതെ ഞാൻ ആ കുട്ടിയെ എവിടേക്കും കൊണ്ടും പോകാതെ ഞാനിങ്ങനെ വീട്ടിൽ വെറുതെ ഇരുന്നാൽ ആ കാര്യം നിറവേറി കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഈ കാര്യങ്ങളെല്ലാം എഴുതി അവിടെ വെച്ചു കഴിഞ്ഞു. 9 ദിവസം ഞാൻ കൃത്യമായിട്ട് ഒരേ സമയത്ത് തന്നെ വിശ്വാസത്തോടു കൂടി തന്നെയാണ് എഴുതിയത്. അതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ ആഴ്ച എൻ്റെ മോള് ആ ടൂർണമെൻറ്റ് അറ്റൻഡ് ചെയ്യുകയും അതിൽ അവൾക്ക് ഗോൾഡ് മെഡൽ കിട്ടുകയും ചെയ്തു. ഞാൻ ഈ കാര്യം ഇപ്പോൾ ഇവിടെ നിങ്ങളോട് ഷെയർ ചെയ്യുവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തെന്നാൽ പലരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ശ്രമിച്ചു നോക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ശ്രമിച്ചു നോക്കി ഫലം ലഭിച്ചാൽ മാത്രമേ അതിനെക്കുറിച്ച് ഞാൻ പറയുകയുള്ളൂ. എനിക്ക് ഈ ഒരു കാര്യം മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഞാൻ നേടിയെടുത്തിട്ടുണ്ട്. എൻ്റെ അഫർമേഷൻ നോട്ടുകളിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് എന്തെല്ലാം ആവശ്യമാണ് എന്നുള്ള കാര്യങ്ങൾ ഞാൻ എഴുതി വയ്ക്കും. പക്ഷേ ഒരു 10 ദിവസമോ അല്ലെങ്കിൽ ഒരു 10 മാസമോ അല്ലെങ്കിൽ ഒരു വർഷമോ കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ഈ കാര്യം വേണ്ടായിരുന്നു, നമുക്ക് ഈ കാര്യം ചോദിക്കണ്ടായിരുന്നു എന്ന് തോന്നും. ഒരുപക്ഷെ ആ കാര്യം നിറവേറി കിട്ടിയാൽ നമ്മൾ ഒരുപാട് കടങ്ങളിലേക്ക് പോകും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുമായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് നിറവേറി കിട്ടിയിട്ടില്ല. സത്യം, എനിക്ക് അങ്ങനെ ഞാൻ എഴുതി വെച്ചതാണെങ്കിൽ പോലും പല കാര്യങ്ങളും, അതായത് 10 കാര്യം ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ 2 കാര്യം എനിക്ക് നിറവേറി കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആ ബാക്കിയുള്ള 8ൽ 4 കാര്യങ്ങൾ എനിക്ക് ഉപകാരപ്പെടാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിന് അറിയാം നമുക്ക് എന്താണ് ആവശ്യം എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയുടെ ഫലമായും ഈ പ്രപഞ്ച ശക്തിയുടെ ഫലമായും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഉടൻ തന്നെ നിറവേറി കിട്ടുകയും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവിടെ പെൻഡിങ്ങിൽ കിടക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം ഈ പ്രപഞ്ചം എത്രമാത്രം നമുക്ക് തന്നനുഗ്രഹിക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ് എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ പറയുന്നത്, വിശ്വാസത്തോടുകൂടി നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തും. വിശ്വാസം, അതുപോലെ സങ്കല്പം, ഇതെല്ലാം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്, നിങ്ങൾ ഇനി ഒന്ന് ശ്രമിച്ചു നോക്കുവാൻ വേണ്ടിയാണെങ്കിൽ പോലും നിങ്ങൾ ഒരു 5 ദിവസം എടുക്കുക. ചുരുങ്ങിയതൊരു 5 ദിവസമാണ് ഞാനിവിടെ പറയുന്നത്. ഈ 5 ദിവസവും ഒരു കാര്യം മാത്രം മനസ്സിൽ കരുതുക. ഏതെങ്കിലും ഒരു കാര്യം മാത്രം. അതായത് ഉടൻ നിറവേറി കിട്ടണം എന്ന് കരുതരുത്. ഒരു കുറച്ച് സമയം കൊടുക്കാം. അപ്പോൾ 5 ദിവസം നമ്മൾ എഴുതുകയാണെങ്കിൽ ചുരുങ്ങിയതൊരു 5 മാസം നിങ്ങൾ സമയം കൊടുക്കൂ. ആ സമയത്തിനുള്ളിൽ, ഞാനിവിടെ പറയുന്നത് ഒരു 5 മാസം എന്നത് വലിയ കാലാവധിയായിട്ട് തോന്നുമെങ്കിലും അതിനകത്ത് നിങ്ങൾക്കത് നിറവേറി കിട്ടുന്നതായിരിക്കും. എങ്കിലും നമ്മൾ ഒരു കാലതാമസം കൊടുക്കാം, ഒരു 5 മാസം. ആ സമയം കൊടുത്തിട്ട് അതിനുള്ളിൽ നിറവേറി കിട്ടുമെന്ന് നിങ്ങൾ പരിപൂർണമായും വിശ്വസിച്ചുകൊണ്ട് ഇന്നു മുതൽക്ക് നിങ്ങൾ ഇത് എഴുതുവാൻ തുടങ്ങുക. ഉദാഹരണത്തിന്, ഞാൻ എപ്പോഴും ഒരു കാറിനെ കുറിച്ച് പറയാറുണ്ട്. എനിക്ക് കാർ എന്നുള്ളത്, എനിക്ക് കാർ ഉണ്ടെങ്കിൽ പോലും ഞാൻ ആഗ്രഹിച്ച കാർ എനിക്ക് വേണമെന്നുള്ള ഒരു സ്വപ്നമാണ്. ആ സ്വപ്നം നിറവേറി കിട്ടുവാൻ വേണ്ടി ഞാൻ എപ്പോഴും എഴുതി വെക്കാറുണ്ട്. എനിക്ക് ഉറപ്പാണ് അത് 1-2 വർഷത്തിനുള്ളിൽ എനിക്കത് നേടിയെടുക്കുവാൻ സാധിക്കുമെന്നുള്ള കാര്യം. അങ്ങനെ ഞാൻ എപ്പോഴും ഒരു ഉദാഹരണം പറയുമ്പോൾ ഒരു കാറിനെ കുറിച്ചായിരിക്കും പറയുന്നത്. നിങ്ങൾക്ക് എന്താണോ ആവശ്യം ആ ഒരു സാധനത്തിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാവുന്നതാണ്. ആ കാര്യം നേടിയെടുക്കണമെന്ന് നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് എഴുതേണ്ടത്. അതായത് എനിക്ക് വേണം എന്ന് ചോദിക്കുന്നത് ഒരു തരം, എനിക്കത് കിട്ടി എന്ന് പറയുന്നത് ഏറ്റവും നമ്മൾ വിശ്വാസത്തോടു കൂടി പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് കിട്ടി എന്നാണ് പറയേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു വരയിട്ടതോ വരയിടാത്തതോ നീല നിറത്തിലുള്ള മഷിയോ അല്ലെങ്കിൽ ചുവന്ന നിറത്തിലുള്ള മഷിയോ ഏത് നിറമാണെങ്കിലും സാരമില്ല, കറുപ്പ് വേണ്ട. ഇതിലൊരു മഷിയുള്ള പേന എടുത്തിട്ട് നമുക്ക് നിശബ്ദമായ ഒരു സ്ഥലത്തിരിക്കുക. ഇനി അത് രാവിലെയാണെങ്കിലും ഉച്ച സമയത്താണെങ്കിലും രാത്രിയിലാണെങ്കിലും അല്ലെങ്കിൽ നമുക്കൊരു 3 മണിക്കാണെങ്കിലും എപ്പോഴാണെങ്കിലും ബ്രഹ്മമുഹൂർത്തത്തിലാണെങ്കിലും ഏതൊരു സമയത്ത് വേണമെങ്കിലും ഒരു നിശബ്ദമായ സ്ഥലത്ത് നമ്മുടെ മനസ്സിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് നിലനിർത്തുവാൻ സാധിക്കുമെന്ന് വിശ്വാസമുള്ള ഒരു സമയം നമുക്ക് തിരഞ്ഞെടുക്കാം. ആ സമയത്ത് ഞാനിവിടെ പറഞ്ഞതുപോലെ ഒരു നോട്ട് പുസ്തകവും പേനയും എടുക്കുക. ഇനി നിങ്ങൾക്ക് സ്ക്രിബ്ലിംഗ് മെത്തേഡിന് വേണ്ടി ഒരു പുതിയ നോട്ട് പുസ്തകം വാങ്ങിക്കണം, ഞാൻ ആദ്യമായിട്ട് തുടങ്ങുവാൻ പോവുകയാണ്
അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറത്തിലുള്ള, നിങ്ങൾക്ക് പോസിറ്റിവിറ്റി തരുന്ന ഒരു നോട്ട് പുസ്തകം നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറത്തിലുള്ള പേനയും വാങ്ങിക്കാവുന്നതാണ്. അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞതിനു ശേഷം നമ്മൾ നിശബ്ദമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട്, കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ശ്വാസം ഒന്ന് നിയന്ത്രിക്കേണ്ടതാണ്. അതായത് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചിരിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് ആവശ്യമെങ്കിലും അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് പോലെ നിങ്ങളൊന്ന് സങ്കല്പിക്കുക, നിങ്ങളൊന്ന് സ്വപ്നം കാണുക. അതായത് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച വ്യക്തി എന്നോട് വന്ന് സംസാരിക്കുന്നതായിട്ട് നിങ്ങൾ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ചെറു ചിരി വിടരുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. ആ ചെറു ചിരിയോടുകൂടി തന്നെ അത് നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്തെടുക്കുക. ആ വ്യക്തി നിങ്ങളോട് വന്ന് സംസാരിക്കുന്നതും, നിങ്ങൾ എവിടെയെങ്കിലും പോകുന്നതും സംസാരിക്കുന്നതും, സിനിമയ്ക്ക് പോകുന്നതും, കോഫി ഷോപ്പിലേക്ക് പോകുന്നതും. ഇനി അഥവാ ഒരു കാറിലാണ് ആഗ്രഹമെന്നുണ്ടെങ്കിൽ ഒരു പുതിയ കാറ് വാങ്ങിക്കുന്നതും, അത് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ കേക്ക് കട്ട് ചെയ്യുന്നതും, അതുപോലെ തന്നെ ആ കാർ ആദ്യമായിട്ട് ഓടിച്ചിറക്കുന്നതും, അത് നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകളെല്ലാം അതെങ്ങനെ നോക്കിക്കാണുന്നു, അത് എന്ത് നിറമാണ്, അതിനകത്തെ സീറ്റ് എങ്ങനെയാണ് എന്നുള്ളതെല്ലാം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ഇനി ഒരു വീടാണെങ്കിൽ ഭവനം എങ്ങനെ ഉണ്ടായിരിക്കണം, ഇവിടെയെല്ലാം ലൈറ്റ് വേണം, ഇവിടെയാണ് നമ്മുടെ വീട്ടിലെ കസേരകൾ ഇടേണ്ടത്, സെറ്റ് ഇടേണ്ടത്, അതുപോലെ തന്നെ TV എവിടെ വെക്കണം, താഴത്തെ ബെഡ്റൂമിൽ ഏത് നിറമാണ് പെയിൻറ് ചെയ്യേണ്ടത്, മുകളിലത്തെ ബെഡ്റൂമിൽ ഏത് നിറമാണ് പെയിൻറ് ചെയ്യേണ്ടത്, ചുറ്റുവശം എങ്ങനെ മതിൽ നിർമ്മിക്കണം, അതുപോലെ തന്നെ കാർ പോർച്ച് എവിടെ ഉണ്ടായിരിക്കണം, ഏത് മൃഗത്തെയാണ് വളർത്തേണ്ടത്, എല്ലാം നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. അതിന് നിങ്ങൾക്ക് എത്ര സമയം വേണമോ നിങ്ങൾക്കത് എടുക്കാവുന്നതാണ്. ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തതിനു ശേഷം നിങ്ങൾ ആ കാര്യം നിറവേറി കിട്ടിയതുപോലെ നിങ്ങൾ എന്തു ചെയ്യണം? എഴുതണം. എങ്ങനെ എഴുതണം? ഞാൻ ആഗ്രഹിച്ച സ്വപ്ന ഭവനം എനിക്ക് അനുഗ്രഹിച്ചതിന് നന്ദി പ്രപഞ്ചമേ. ഞാൻ ആഗ്രഹിച്ച സ്വപ്ന ഭവനം എനിക്ക് അനുഗ്രഹിച്ചതിന് നന്ദി പ്രപഞ്ചമേ. എത്ര പ്രാവശ്യം എഴുതാം? 5 ദിവസമാണെങ്കിൽ ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് 55 പ്രാവശ്യം എഴുതാം. ഇനി 3 ദിവസമാണ് എഴുതുന്നതെങ്കിൽ ഒരു ദിവസത്തിൽ 33 പ്രാവശ്യം എഴുതാം. ഇങ്ങനെ 33 × 3 55 × 5, 9 ദിവസമാണെങ്കിൽ 99 × 9 അങ്ങനെ എഴുതാം. അല്ല നിങ്ങൾക്ക് 21 ദിവസമാണെങ്കിൽ നിങ്ങൾക്ക് 21 പ്രാവശ്യം തന്നെ 21 ദിവസം തുടർച്ചയായിട്ട് എഴുതാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറി കിട്ടിയതുപോലെ ഞാനിവിടെ 5 ദിവസത്തെ കണക്കാണ് പറയുന്നത്, അത് 55 പ്രാവശ്യം നമുക്ക് എഴുതാവുന്നതാണ്. എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ആ നോട്ട് പുസ്തകം മടക്കി വെച്ച് നമ്മൾ എന്താണോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ജോലികളിലേക്ക് തിരിയാവുന്നതാണ്. അതല്ലാതെ അതിനെ തന്നെ നോക്കിയിരിക്കണമെന്നോ, ഞാൻ എഴുതിയിട്ടുണ്ട് എനിക്കത് നിറവേറി കിട്ടുമെന്ന് നമ്മൾ സ്വപ്നം കണ്ട് നടക്കണമെന്നോ അല്ല. നമ്മൾ എഴുതി കഴിഞ്ഞു. നമ്മുടെ ജോലി എന്താണോ അത് നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നാളെ അത് നിങ്ങൾക്ക് അതേ സമയത്ത് തന്നെ എഴുതണമെന്നൊന്നുമില്ല. ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എപ്പോഴാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയം ആ സമയത്ത് നിങ്ങൾക്ക് എഴുതിയാൽ മതി. അതിൽ യാതൊരു തടസ്സവുമില്ല, ആരെയും നമുക്ക് ബോധിപ്പിക്കേണ്ട കാര്യവുമില്ല. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് നമുക്ക് എഴുതാം. ഇങ്ങനെ നിങ്ങൾ 5 ദിവസവും എഴുതുക. ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ആ കാര്യം നിറവേറി കിട്ടുവാൻ വേണ്ടി കുറച്ച് അവകാശം കൊടുക്കേണ്ടതാണ്. അല്ലാതെ നമ്മൾ എനിക്ക് എഴുതിയതാ കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ കാര്യം നിറവേറി കിട്ടില്ല. നമ്മുടെ ജോലികൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി അതിൻ്റെ പിറകിൽ അതിന് നിറവേറി കിട്ടാൻ വേണ്ടി എന്തു ചെയ്യണം? ഒരു വീട് വെക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള സമ്പാദ്യം വേണം. അപ്പോൾ ആ സമ്പാദിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുക. പതുക്കെ ഒരു വീടിന് വേണ്ടിയാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എങ്കിൽ അതിന് നിങ്ങൾക്ക് ആദ്യം വരുമാന മാർഗം വർദ്ധിപ്പിക്കണം. ആ വരുമാന മാർഗം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രമോഷൻ കിട്ടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു ലോട്ടറി അടിക്കുവാൻ സാധ്യതയുണ്ട്. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും പണം കടമായി വാങ്ങിച്ചതുണ്ടെങ്കിൽ തിരികെ തരും. ഇനി അഥവാ വിൽക്കാനായിട്ട് ഏതെങ്കിലും വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വിറ്റെടുത്ത് അതിലൂടെ നിങ്ങൾക്കൊരു പുതിയ വീട് വെക്കാൻ സാധിക്കും. ഇനി അഥവാ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് സഹായം ലഭിക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കും. ഇങ്ങനെ നിങ്ങളിലേക്ക് പണം വരുവാനായിട്ട് അടഞ്ഞു നിൽക്കുന്ന ബ്ലോക്കേജുകളെ തട്ടിത്തെറിപ്പിച്ച് മാറ്റിയെടുക്കുവാൻ ഈ ഒരു എഴുതുന്നതിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. ഈ ഒരു കാര്യമാണ് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ നമ്മളിങ്ങനെ എഴുതി വെച്ചു, ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല, ഞാൻ വെറുതെ എഴുതി വെച്ചിട്ടുണ്ട്, കിട്ടുമോ നോക്കാം. ഒരു ചാനലിലൂടെ അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി കിട്ടിയില്ലെങ്കിൽ അവർക്ക് താഴെ കുറച്ച് കമൻറ്റ് നമുക്ക് ഇടാം എന്നെല്ലാം കരുതിക്കൊണ്ട് എഴുതരുത്. നിങ്ങൾക്ക് ഉറപ്പുണ്ടാകണം, നിങ്ങൾ ആ സാധനം നേടിയെടുക്കുവാൻ അർഹരായവരാണ് എന്ന് നിങ്ങൾക്ക് തന്നെ ആദ്യം ബോധമുണ്ടാകണം.
അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ ഈ സ്ക്രിബിളിംഗ് മെത്തേഡിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇനി നിങ്ങൾക്ക് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ, അതായത് നമ്മൾ ആദ്യം 5 പ്രാവശ്യം എഴുതി വെച്ചിട്ടുണ്ടല്ലോ, 55 × 5 പ്രാവശ്യം. ഇനി ഒരു മാസം കഴിഞ്ഞതിന് ശേഷം മക്കൾക്ക് ഇപ്പോൾ ബോർഡ് എക്സാം എല്ലാം വരികയാണ്. അപ്പോൾ അവർ അതിൽ ഉന്നത വിജയം നേടണം എന്ന് നമുക്ക് എഴുതി വെക്കാം. ഇങ്ങനെ നിങ്ങൾ ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷമോ ഒരു മാസത്തിന് ഇടവേളയ്ക്ക് ശേഷമോ വെറുതെ എഴുതുന്നതിലൂടെ നമുക്ക് 1 രൂപ ചിലവില്ല. എഴുതി വെക്കാം. അതിൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞു അല്ലെങ്കിൽ കുറേ മാസങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ ഈ പേപ്പറുകൾ തിരിച്ചു നോക്കുന്ന സമയത്ത് നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. ഞാൻ ഈ കാര്യം നേരത്തെ എഴുതി വെച്ചതാണല്ലോ, ഇതിപ്പോൾ നടന്നു കഴിഞ്ഞല്ലോ എന്ന്. അതുപോലെ തന്നെ എനിക്കും സംഭവിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് അഫർമേഷൻ ഞാൻ എഴുതി വെക്കാറുണ്ടെന്ന്. അങ്ങനെ എഴുതി വെക്കുമ്പോൾ 2-3 നോട്ട് പുസ്തകം, 2-3 ഡയറികൾ, അഫർമേഷൻ നോട്ടുകളെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇന്നെല്ലാം അടുക്കി പെറുക്കി വെക്കുന്ന സമയത്താണ് ഞാൻ നേരത്തെ എഴുതി വെച്ച ഈ ഒരു കാര്യം ഞാൻ കാണാൻ സാധിച്ചത്. അപ്പോൾ ഞാൻ ഓർത്തു, ശരിയാണ്, ഞാൻ ഈ കാര്യം എഴുതി വെച്ചിട്ടുണ്ട്, എനിക്ക് മറന്നുപോയി. കാരണം നമ്മൾ 9ാം മാസവും കഴിഞ്ഞു, 10ാം മാസം കഴിഞ്ഞ് 10ാം മാസത്തിൽ വേറൊരു ആഗ്രഹമാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതും കഴിഞ്ഞു, 11 വന്നു കഴിഞ്ഞു. ഇതിനിടയിൽ നമുക്ക് ഓരോ ജോലി തിരക്കുകൾക്കിടയിൽ നമ്മൾ വേറെ ഏതെങ്കിലും എല്ലാം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകും. മാത്രമല്ല ഞാൻ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ ദിവസവും എഴുതും. അതുപോലെ ഷഷ്ടി സമയത്ത് ഓം ശരവണഭവ എന്ന് എഴുതും. ഇങ്ങനെ നമ്മൾ പല കാര്യങ്ങൾ എഴുതുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ ഞാൻ ഈ കാര്യം എഴുതിയത് മറന്നുപോയി. പിന്നെ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോഴാണ് ഞാൻ തന്നെ ഞെട്ടിപ്പോയത്. ശരിയാണ്, അപ്പം ഞാനിത് മനഃപൂർവ്വമായി തന്നെ എഴുതിയ കാര്യമാണ്. ഞാൻ എപ്പോഴും പറയുന്നത്, ഏത് കാര്യം എഴുതിയാലും ചെയ്താലും ആ കാര്യം നിറവേറി കിട്ടും. അത് ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വെറുതെ മറിച്ച് നോക്കിയിട്ട് പ്രയോജനമില്ല. അതിന് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മളത് മൂവ് ഓൺ ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കുക. എങ്കിൽ നമുക്ക് ആ കാര്യം തീർച്ചയായും ഈ പ്രപഞ്ചം നമ്മളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. ചെറിയ കാര്യങ്ങൾ വെച്ച്, ഞാൻ ഒന്ന് പറഞ്ഞതല്ലേ എന്ന് കരുതിയെങ്കിലും ഒരു പ്രാവശ്യം എഴുതി നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. റിസൾട്ട് കിട്ടിയാൽ നിങ്ങൾ മറക്കാതെ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായും ഫലം ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ, ഏഞ്ചൽ നമ്പറുകൾ, സ്വിച്ച് വേർഡുകൾ, താന്ത്രികങ്ങൾ, മന്ത്രജപങ്ങൾ, വഴിപാട് രീതികൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം.